എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യുന്നത് ഒരു ബീഫ് കേക്കിൻ്റെ റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണിത്. ഇതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ 250 ഗ്രാം ബീഫ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 കപ്പ് വെള്ളം, ഇതെല്ലാം കൂടെ ചേർത്ത് പ്രഷർ കുക്കറിൽ ഒന്ന് വേവിച്ചെടുക്കണം. ബീഫ് വേവിച്ചതിന് ശേഷം അതിലെ വെള്ളം വാർത്തെടുക്കണം. എന്നിട്ട് ചെറുതായി ഒന്ന് ചൂടാറിയതിന് ശേഷം ഒരു ചോപ്പറിലോ അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലോ ഇട്ട് നല്ലതുപോലെ പൊടിച്ചെടുക്കണം. കൈകൊണ്ട് പിച്ചെടുത്താലും മതി. ഞാൻ ബീഫ് ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, പിന്നെ കുറച്ച് കറിവേപ്പില, ഇവയെല്ലാം കൂടി ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവാള ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ സവാള നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, ഗരം മസാലപ്പൊടി 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ, ഇവയെല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചെറിയ തീയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ബീഫ് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. 1-2 മിനിറ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ബീഫ് മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ 4 മുട്ട എടുത്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഒരു ബൗളിലേക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് മസാല ചേർത്ത് കൊടുക്കാം. മല്ലിയില അരിഞ്ഞത് 1/4 കപ്പ്, ബീറ്റ് ചെയ്തെടുത്ത മുട്ട, പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിനെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു നോൺ സ്റ്റിക്കിൻ്റെ സോസ് പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബീഫിൻ്റെ മുട്ടയുടെയും ആ മിക്സ്ചർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരു തവി കൊണ്ട് അതിൻ്റെ മുകൾ വശം ഒന്ന് ലെവലാക്കി കൊടുക്കണം. കുറച്ച് മല്ലിയില അതിൻ്റെ മുകളിലിട്ട് കൊടുക്കാം. ഇനി ഇതിനെ അടച്ചു വെച്ച് 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇനി ഇത് വെന്ത് വന്നോന്ന് അറിയാനായിട്ട് ഒരു കത്തി ഉപയോഗിച്ച് അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഒന്ന് കുത്തി നോക്കണം. കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി താഴെ ഇരിക്കുന്ന പാനിൽ 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കേക്കിൻ്റെ മുകൾ വശം താഴെ വരുന്ന രീതിയിൽ കമഴ്ത്തിയിട്ട് ആ കേക്ക് ഒന്ന് 2 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിനെ ചൂടോടെ തന്നെ സ്ലൈസ് ചെയ്ത് ചായയുടെ കൂടെയൊക്കെ സെർവ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു.